നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 2030 വരെ ജയിലിൽ തുടരണം. അബു സലീമിന്റെ മോചനവാദം ബോംബെ ഹൈക്കോടതി. മുംബൈ. 1993 മുംബൈ സ്ഫോടന കേസിലെ മുഖ്യപ്രതി അന്താരാഷ്ട്ര ഗുണ്ടാ നേതാവ് അബു സലീമിന്റെ ജയിൽ ശിക്ഷ 2025 ഒടുങ്ങുമെന്നും അതിനുള്ള അവകാശവാദം അവനുള്ളതാണെന്നും അഭിഭാഷകർ മുംബൈ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ ബോംബെ ഹൈക്കോടതി ഇത് കാറ്റിൽ പറത്തി. അബു സലീമിന്റെ ശിക്ഷ 2030 മാത്രമേ അവസാനിക്കൂ എന്ന വിശദമായ നിരീക്ഷണത്തിലാണ് കോടതി സ്ഥാനം വ്യക്തമാക്കിയത്. 2005 പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറത്തു തിരികെ അയച്ച അബു സലീം രാജ്യത്ത് പല ക്രിമിനൽ കേസുകളിൽ പ്രതിയാവുകയും ജുഡീഷ്യൽ നടപടികളിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു. പോർച്ചുഗലുമായി ഇന്ത്യ നടത്തിയ നിയമപരമായ സമ്മതപ്രകാരം അബു സലീമിനെ ഇന്ത്യയിലേക്ക് പുറന്തള്ളിയപ്പോൾ അദ്ദേഹത്തിന് 25 വർഷത്തോളം മാത്രമേ തടവ് ശിക്ഷ നൽകാനാകൂ എന്നത് ഒരു നിർബന്ധിതമായി വന്നിരുന്നു. അതിനെ അടിസ്ഥാനമാക്കി 2025 മാർച്ചിലാണ് തന്റെ ശിക്ഷാ കാലാവധി അവസാനിക്കുന്നത് എന്ന് അബു സലീം അവകാശപ്പെട്ടത്. എന്നാൽ ഹൈക്കോടതി ഈ ലളിതീകരണം അംഗീകരിച്ചില്ല. ബോംബെ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇങ്ങനെയായിരുന്നു: അഭിചാര പരിധിക്കുള്ളിലെ വിവിധ കുറ്റകൃത്യങ്ങൾ, വിവിധ കേസുകളിലെ ശിക്ഷകൾ ഒറ്റ സന്ദർഭത്തിൽ ചേർക്കാനാകില്ല. ശിക്ഷാ നടപടികൾക്കുള്ള നിയമപരമായ പരിധികളും സമയപരിധികളും വ്യക്തമാണ്. അബു സലീമിന്റെ ശിക്ഷ 2030 മാത്രമേ അവസാനിക്കുകയുള്ളൂ. 1993 മുംബൈ ബോംബ് സ്ഫോടനങ്ങളിൽ 250-ലധികം പേർ കൊല്ലപ്പെട്ടു. രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നായ ഈ സംഭവത്തിൽ അബു സലീം വൻ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. ആയുധങ്ങൾ കടത്തിയതും ക്രിമിനൽ നെറ്റ്വർക്കുകൾ വഴി ഭീകരവാദത്തെ സഹായിച്ചതുമാണ് അദ്ദേഹത്തിനെതിരായ പ്രധാന ആരോപണങ്ങൾ. പോർച്ചുഗൽ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ 25 വർഷത്തിൽ കൂടുതൽ തടവിൽ തുടർന്നാൽ നിയമപ്രശ്നങ്ങൾ ഉയരാമെന്ന ആശങ്ക കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ കോടതിവാദം സർക്കാരിന്റെ നിലപാടിനും സുരക്ഷാ വ്യവസ്ഥകൾക്കും ഉന്നത പിന്തുണ നൽകുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.